പ്രിയ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമായ കുഞ്ഞുങ്ങളെ നിങ്ങളെ അവരെയും വീണ്ടും വരുവാൻ അറിയിച്ചത് വിദ്യുതനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഭാതവചനത്തിലേക്ക് വളരെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ധ്യാന വിഷയം എന്നത് ദൈവത്തിൽ നിന്ന് നാം ആഗ്രഹിക്കുന്ന അനുഗ്രഹങ്ങൾ ലഭിക്കാത്തത് എന്തുകൊണ്ട്? ദൈവത്തിൽ നിന്ന് നാം ആഗ്രഹിക്കുന്ന അനുഗ്രഹങ്ങൾ ലഭിക്കാത്തത് എന്തുകൊണ്ട്? അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മളുടെ തിന്മകളാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. തിന്മകൾ എന്ന് പറയുന്നത്, ഒന്നാമത്തേത് നമ്മുടെ തിന്മ എന്ന് പറയുന്നത് നമ്മുടെ ആഗ്രഹമാണ്, അത്യാഗ്രഹമാണ്. രണ്ടാമത്തേത് നമ്മുടെ കോപമാണ്. മൂന്നാമത്തേത് നമ്മുടെ ഉദാസീനത. നാലാമത്തേത് പരിഹാരം അന്വേഷിക്കാത്ത അവസ്ഥയിലൂടെ നാം കടന്നു പോകുന്നത് കൊണ്ടാണ്. അഞ്ചാമത്തേത് വിട്ടുവീഴ്ച ഇല്ലായ്മയാണ് നമ്മളുടെ തിന്മ. ഈ 5 കാര്യങ്ങൾ നാം മാറ്റിവെക്കുന്നുവെങ്കിൽ നമുക്ക് നന്മയെ ചെയ്യുവാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ നന്മ നാം ചെയ്യുന്നുവെങ്കിൽ ദൈവം നമ്മോടൊപ്പമായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദമുണ്ടാകുകയില്ലയോ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിങ്ങളിലേക്കാകുന്നു, നീയോ അതിനെ കീഴടക്കണം എന്ന് കൽപ്പിച്ചു. നമ്മളുടെ ഓരോരുത്തരുടെയും ഇന്നത്തെ അവസ്ഥ, അനുഗ്രഹമില്ലായ്മ, നാം പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയിൽ ദൈവം അത് കേൾക്കാത്തതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് നമ്മളുടെ ഓരോരുത്തരുടെയും തിന്മയാണ്. ദൈവം നമുക്ക് തന്നിട്ടുള്ളതായ കൃപാവരങ്ങളെ മനസ്സിലാക്കാതെ, അതിന് നന്ദി പറയാതെ നാം ഓരോരുത്തരും ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ ആഗ്രഹങ്ങളും അത്യാഗ്രഹങ്ങളുമാണ് നമ്മളെ പാപത്തിലേക്ക് വീഴിക്കുന്നത്. അതിന് യാതൊരു സംശയവുമില്ല. അങ്ങനെ ദൈനംദിനം നാം പാപത്തിലേക്ക് വീഴുന്നതിനാൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഏത് രീതിയിൽ ദൈവം നമ്മളിൽ നിന്നത് ആഗ്രഹിക്കുന്നുവോ ആ രീതിയിൽ നമുക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അത് സാധിക്കണമെന്നുണ്ടെങ്കിൽ നാം ചെയ്യേണ്ടതായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യം നമ്മുടെ ആഗ്രഹങ്ങളും അത്യാഗ്രഹങ്ങളും നമ്മൾ ഒഴിവാക്കണം. രണ്ടാമത്, കോപിപ്പീൻ എന്നാൽ പാപം ചെയ്യരുത് എന്ന് പറഞ്ഞിരിക്കുന്ന വചനം ഓർക്കുക. അതായത് കോപം ആരിൽ കടന്നു വരുന്നുവോ അവരിലൂടെ പാപം സംഭവിക്കും, തെറ്റ് സംഭവിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നാം കോപിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ആവാസം നമ്മിലുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് കോപമുണ്ടാകാതിരിക്കത്തുള്ളൂ. മൂന്നാമത്തേത് ഉദാസീനതയാണ്. അതായത് നാം ഈ ലോകത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം നമുക്ക് ഓരോരുത്തർക്കും ഓരോ കർത്തവ്യങ്ങൾ തന്നിട്ടുണ്ട്. ആ കർത്തവ്യങ്ങൾ നിർവഹിക്കാതെ നാം ആയിക്കഴിഞ്ഞാൽ സംഭവിക്കുന്നത്, നമ്മൾക്ക് കിട്ടേണ്ടതായ കൃപാവരങ്ങളിലേക്ക് നാം അതിനെ കാണാതെ, അതിലേക്ക് എത്താതെ നാം എപ്പോഴും ഇന്നത്തേത് നാളെ ചെയ്യാം, നാളത്തേത് മറ്റന്നാൾ ചെയ്യാമെന്ന് വിചാരിച്ച് നാം നമ്മുടെ ജീവിതം മുമ്പോട്ട് നയിക്കുന്നു. സാധാരണ ആൾക്കാർ വിചാരിക്കുന്നത്, ഞാനിപ്പോൾ യൗവനമാത്രമാണല്ലോ, ഞാൻ വാർദ്ധക്യത്തിന് മുമ്പ് മരിക്കത്തില്ല, അല്ലെങ്കിൽ അപ്പോൾ ഞാൻ ദൈവത്തോട് കൂടുതൽ അടുത്തോളാമെന്ന് വിചാരിക്കും. ആര് കണ്ടു? ഇന്നത്തെ കാലത്ത് നാളെ രാവിലെ നമുക്ക് കാണുവാൻ സാധിക്കും എന്നുള്ള ഉറപ്പുള്ള കാലത്താണോ നാം ജീവിക്കുന്നത് എന്ന് നാം ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൽ ആവലാതിപ്പെടുകയും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നതിന് പകരം നമ്മൾ അതിനു വേണ്ടിയിട്ട് ഒരു പരിഹാരം അന്വേഷിക്കാറുണ്ടോ എന്ന് നാം അന്വേഷിക്കേണ്ടതുണ്ട്. നാം നമ്മെ തന്നെ ദൈവത്തിൽ സമർപ്പിക്കാറുണ്ടോ? അങ്ങനെ സമർപ്പിച്ചുവെങ്കിൽ മാത്രമേ നമ്മുടെ അവസ്ഥയ്ക്ക് ഒരു പരിഹാരം ഉണ്ടാകുകയുള്ളൂ എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അഞ്ചാമത്തെ കാര്യമെന്ന് പറയുന്നത് വിട്ടുവീഴ്ചയില്ലായ്മയാണ്.
നാം തെറ്റിലാണെങ്കിലും ശരിയിലാണെങ്കിലും മറ്റുള്ളവർക്ക് അതുകൊണ്ട് എന്താണ് അതിൻ്റെ പ്രത്യാഘാതം ഉണ്ടാകുന്നത് എന്നുള്ള ആ ചിന്തയില്ലാതെ, ദൈവവിചാരമില്ലാതെ നല്ല പ്രവൃത്തികൾ ചെയ്യാനായിട്ട്, കാരുണ്യ പ്രവൃത്തികൾ ചെയ്യാനായിട്ടുള്ള താല്പര്യമില്ലാതെയുള്ള നമ്മുടെ മുമ്പോട്ടുള്ള ആ ജീവിതത്തിലാണ് നമുക്ക് വിട്ടുവീഴ്ചയില്ലായ്മ വരുന്നത്. കാരണം ഞാൻ എന്നുള്ള ആ ഒരു ചിന്ത, ഞാൻ എന്നുള്ള ആ ചിന്തയിൽ നിന്നും സംഭവിക്കുന്നത് വിട്ടുവീഴ്ചയില്ലായ്മ ഉണ്ടാകും. അതിനാൽ നമുക്ക് ജീവിതത്തിൽ നന്മ ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമുക്ക് അനുഗ്രഹം പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ നാം ഓരോരുത്തരും ചെയ്യേണ്ടത്, നാം ആദ്യമായിട്ട് ഈ 5 കാര്യങ്ങൾ പറഞ്ഞതിൽ നിന്ന് നാം ഒഴിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഈ 5 കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞിരിക്കണമെന്നുണ്ടെങ്കിൽ നാം ആദ്യമായിട്ട് നന്മ ചെയ്യുന്നവരായിരിക്കണം, സൽപ്രവൃത്തികൾ ചെയ്യുന്നവരായിരിക്കണം, വചനം വായിക്കുന്നവരായിരിക്കണം, അത് വായിച്ച് ഗ്രഹിക്കുന്നവരായിരിക്കണം. വചനം വായിച്ച് ഗ്രഹിക്കുകയും അതിൻ പ്രകാരം ജീവിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ദൈവവേദലാകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അങ്ങനെയുള്ള അവസരത്തിലാണ് നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് താല്പര്യമുണ്ടാകുന്നത്. അങ്ങനെ നമ്മൾ ഇടപെടാതെ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ ഒരിക്കലും കൈവിടുകയില്ല. ദൈവത്തിൽ നിന്ന് നാം ആഗ്രഹിക്കുന്ന അനുഗ്രഹങ്ങൾ നമുക്ക് അവൻ പ്രദാനം ചെയ്യും എന്നുള്ളതിന് 2 അഭിപ്രായം നമുക്ക് ഉണ്ടാകുകയില്ല. അതിനായി നമുക്ക് നമ്മളെ തന്നെ അവൻ്റെ തൃപ്പാദത്തിൽ സമർപ്പിക്കാം. ഇന്ന് ശൂനോയോ നോമ്പിൻ്റെ 11ാമത്തെ ദിവസമാണ്. നാം വളരെ വിശ്വാസത്തോടുകൂടി നാം ജീവിക്കുന്നുവെങ്കിൽ, നാം നോമ്പിനെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുവെങ്കിൽ, നോമ്പിൻ്റെ 2 ചിറകുകളാണ് ഉപവാസവും പ്രാർത്ഥനയും. നമുക്ക് ആ നോമ്പിലൂടെ, ആ കന്യമറിയാമിൻ്റെ മധ്യസ്ഥതയിലൂടെ അവനിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് ശ്രമിക്കാം. അതിനായി നമുക്ക് അവൻ്റെ കാൽച്ചുവട്ടിൽ നമ്മെ തന്നെ സമർപ്പിച്ച് നമുക്കൊരു നല്ല ക്രിസ്ത്യാനിയായി ജീവിക്കുന്നുവെങ്കിൽ ബാക്കിയുള്ള ജീവിതം വളരെ സന്തോഷപ്രദമായി ജീവിക്കുവാൻ സാധിക്കുമെന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.